നമസ്കാരം, സ്പോർട്സ് ബസ്സിലേക്ക് സ്വാഗതം. ഞാൻ മാളവിക എം ദേവി. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 10ാമത് കേരള ഹോക്കി ജൂനിയർ വനിതാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ജേതാക്കൾ. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് 2 സ്വർണമടക്കം 8 മെഡലുകൾ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 25 മെഡൽ നേടി കേരളം. 10ാമത് ഏഷ്യൻ ബീച്ച് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതകൾക്ക് വെങ്കലം. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ മെഡൽ തിളക്കവുമായി കേരളം. ഇൻഡോ ശ്രീലങ്ക വാട്ടർ പോളോ സീരീസ് തൂത്തുവാരി ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒളിമ്പിക് ഡേ റൺ ജൂൺ 23-ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. പത്തനംതിട്ടയെ ഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് 10ാമത് കേരള ഹോക്കി ജൂനിയർ വനിതാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായി മലപ്പുറം. ലൂസേഴ്സ് ഫൈനലിൽ എറണാകുളത്തെ എതിരില്ലാതെ 1 ഗോളിന് തോൽപ്പിച്ച് തിരുവനന്തപുരം 3ാമതെത്തി. മലപ്പുറം കേരള ഹോക്കി യുവറാണിമാർ പത്തനംതിട്ടയെ വാശിയേറിയ ഫൈനലിൽ മുട്ടുകുത്തിച്ചാണ് ആതിഥേയർ 10ാമത് കേരള ഹോക്കി ജൂനിയർ വനിതാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. ലൂസേഴ്സ് ഫൈനലിൽ എറണാകുളത്തെ 1-0 കീഴടക്കിയാണ് തിരുവനന്തപുരം ഹോക്കി ടീം 3ാം സ്ഥാനം നേടിയത്. സെമി ഫൈനലിൽ പത്തനംതിട്ട എറണാകുളത്തെ 1-0 പരാജയപ്പെടുത്തിയപ്പോൾ മലപ്പുറം തിരുവനന്തപുരത്തെ 5-2 പരാജയപ്പെടുത്തി. ചാമ്പ്യൻഷിപ്പിലെ മികച്ച താരമായി മലപ്പുറത്തിന്റെ ദർശനയെ തിരഞ്ഞെടുത്തു. തിരുവനന്തപുരത്തിന്റെ ദേവിക അജി മികച്ച ഗോൾ കീപ്പർക്കുള്ള അവാർഡ് നേടിയപ്പോൾ ഏറ്റവും നല്ല ഫോർവേഡിനുള്ള അവാർഡ് മലപ്പുറത്തിന്റെ ദിൽന ഷെറിൻ സ്വന്തമാക്കി. പത്തനംതിട്ടയുടെ സനുഷ ടോപ്പ് സ്കോററായും തിരുവനന്തപുരത്തിന്റെ നന്ദന ബോസ് മികച്ച പ്രതിരോധ താരവുമായി. എറണാകുളത്തിന്റെ ഏഞ്ചൽ എൽദോ മികച്ച ഭാവി വാഗ്ദാനത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ദക്ഷിണ കൊറിയയിലെ ഗുമിയിൽ നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ദിവസം അവസാനിച്ചപ്പോൾ 8 മെഡലുകളുമായി ഇന്ത്യ 3ാമത്. ആദ്യ ദിവസം പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് ആദ്യ സ്വർണം നേടിയപ്പോൾ 2ാം ദിനം 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ സ്വർണം നിലനിർത്തി. നിലവിൽ 11 സ്വർണമടക്കം 15 മെഡലുകളുമായി ചൈനയും 3 സ്വർണമടക്കം 14 മെഡലുകളുമായി ജപ്പാനുമാണ് മെഡൽ പട്ടികയിൽ ഇന്ത്യക്ക് മുൻപിൽ. ഗുമിയിൽ നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 മിനിറ്റ് 18.12 സെക്കൻഡിൽ ഓടിയെത്തിയാണ് റിലേ ടീം കഴിഞ്ഞ തവണ നേടിയ സ്വർണം നിലനിർത്തിയത്. രുപാൽ ചൗധരി, സന്തോഷ് കുമാർ തമിഴരശൻ, വിശാൽ TK, ശുഭ വെങ്കടേശൻ എന്നിവരാണ് ഇന്ത്യൻ 4x400 മീറ്റർ റിലേ ടീം അംഗങ്ങൾ. ദേശീയ റെക്കോർഡ് ഉടമയായ 26-കാരൻ ഗുൽവീർ സിംഗ് ആണ് പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ രാജ്യത്തിനായി ആദ്യ സ്വർണം നേടിയത്. 28 മിനിറ്റ് 38.63 സെക്കൻഡിൽ ഓടിയെത്തിയാണ് സിംഗ് ഈ നേട്ടം കൈവരിച്ചത്. വനിതകളുടെ 400 മീറ്ററിൽ രുപാൽ ചൗധരിയും 1500 മീറ്ററിൽ പൂജയും വെള്ളി നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിലും പ്രവീൺ ചിത്രവേൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിലും വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ 20 കിലോമീറ്റർ നടത്തത്തിൽ സെർവിൻ സെബാസ്റ്റ്യനും പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ യൂനസ് ചായും ഇന്ത്യക്കായി വെങ്കലം നേടി. 7ാമത് ഖേലോ ഇന്ത്യ ഗെയിംസിൽ കേരളത്തിന് 25 മെഡലുകൾ. കളരിപ്പയറ്റിലെ 6 അടക്കം 12 സ്വർണവും 5 വെള്ളിയും സ്വന്തമാക്കി കേരള താരങ്ങൾ. കളരിപ്പയറ്റ്, നീന്തൽ എന്നീ ഇനങ്ങളിലെ മികച്ച പ്രകടനമാണ് കേരളത്തിന്റെ മെഡൽ വേട്ടയ്ക്ക് മുതൽക്കൂട്ടായത്. ചാമ്പ്യൻഷിപ്പിൽ 158 മെഡലുകളുമായി മഹാരാഷ്ട്ര 1ാം സ്ഥാനവും 117 മെഡലുകളുമായി ഹരിയാന 2ാം സ്ഥാനവും കരസ്ഥമാക്കി. കേരളം 8ാമതായാണ് ഫിനിഷ് ചെയ്തത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ തിളങ്ങി കേരളം. ബീഹാറിൽ ഈ മാസം നടന്ന 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 12 സ്വർണവും 5 വെള്ളിയും അടക്കം 25 മെഡലുകളാണ് കേരളം നേടിയത്. കളരിപ്പയറ്റ്, നീന്തൽ, ഭാരോദ്വഹനം, ജിംനാസ്റ്റിക്സ്, സെപക് ത്രോ, സൈക്ലിംഗ്, ജൂഡോ, അത്ലറ്റിക്സ് മുതലായ ഇനങ്ങളിലാണ് കേരളം മെഡലുകൾ നേടിയത്. ഭാരോദ്വഹനത്തിൽ അമൃത P. സുനി സ്വർണവും റീനു മോൾ കേരളത്തിനായി വെങ്കലവും നേടി. അരുൺകുമാർ ജയന്റെ കീഴിൽ പരിശീലനം നടത്തുന്ന വർഷ ആനന്ദ് നായർ ജിംനാസ്റ്റിക്സ് ബാലൻസിംഗ് ടീമിൽ സ്വർണം നേടിയപ്പോൾ തിരുവനന്തപുരം DJ സ്പോർട്സ് ക്ലബിൽ D. ജയകുമാറിന്റെ കീഴിൽ പരിശീലനം നടത്തുന്ന മിൻഹാജ് എസാജ് ജിംനാസ്റ്റിക്സ് ഫ്ലോർ എക്സസൈസിൽ വെള്ളി മെഡൽ നേടി. സൈക്ലിംഗ് സ്പ്രിന്റ് ഇനത്തിൽ അനക്സിയ മറിയ തോമസ് കേരളത്തിനായി വെള്ളി നേടിയപ്പോൾ അത്ലറ്റിക്സ് 100 മീറ്റർ ഹഡിൽസിൽ വിഷ്ണുശ്രീ വെങ്കലവും നേടി. 200 മീറ്ററിൽ നിവേദ് കൃഷ്ണയും 4x100 മീറ്റർ റിലേയിൽ കേരള ടീമും വെങ്കലം നേടി. മികച്ച പ്രകടനത്തിലൂടെ അനന്യ S. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 5000-ത്തിലധികം യുവതാരങ്ങൾ മാറ്റുരച്ച ചാമ്പ്യൻഷിപ്പിൽ മഹാരാഷ്ട്ര 1ാം സ്ഥാനവും ഹരിയാന 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഒമാനിലെ മസ്കറ്റിൽ നടന്ന 10ാമത് ഏഷ്യൻ ബീച്ച് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യൻ വനിതകൾ.
വനിതാ വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ വിയറ്റ്നാം, ഫിലിപ്പീൻസ് ടീമുകൾക്ക് പിന്നാലെയാണ് കേരള താരങ്ങൾ അടങ്ങിയ ടീം 3ആം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. ഒമാനിലെ മസ്കറ്റിൽ നടന്ന 10ാമത് ഏഷ്യൻ ബീച്ച് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഐശ്വര്യ, റിസ്വാന എന്നീ കേരള താരങ്ങളടങ്ങിയ ഇന്ത്യൻ ടീമിന് വെങ്കലം. വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ഹോങ്കോങ് എന്നിവർ പങ്കെടുത്ത ടൂർണമെന്റിലാണ് ഇന്ത്യയുടെ വെങ്കല നേട്ടം. ഹോങ്കോങ്ങിനെതിരെയുള്ള 2 വിജയങ്ങളുടെ പിൻബലത്തിലാണ് ഇന്ത്യൻ ടീം വെങ്കലം ഉറപ്പിച്ചത്. ടീമിലെ മലയാളി താരങ്ങളായ ഐശ്വര്യ ആലപ്പുഴ സ്വദേശിനിയും റിസ്വാന കോട്ടയം സ്വദേശിനിയുമാണ്. എല്ലാ മത്സരങ്ങളും വിജയിച്ച വിയറ്റ്നാം ചാമ്പ്യന്മാരായപ്പോൾ ഫിലിപ്പീൻസ് വെള്ളി മെഡൽ നേടി. ഇതേ ടൂർണമെന്റിൽ പങ്കെടുത്ത മലയാളികളായ നിഖിൽ SS, ഷാലോം മാത്യു സാജൻ, അഷർ പീറ്റ് എന്നിവർ അടങ്ങിയ ഇന്ത്യൻ പുരുഷ ടീമിന് മെഡൽ നേടാനായില്ല. പുരുഷ വിഭാഗത്തിൽ ഒമാൻ ചാമ്പ്യന്മാരും ഇറാൻ 2ാം സ്ഥാനക്കാരുമായി. ദിയുവിൽ നടന്ന ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ 2 സ്വർണമടക്കം 5 മെഡലുകൾ സ്വന്തമാക്കി കേരളം. സെപക് തക്രോ, ബീച്ച് സോക്കർ എന്നീ ഇനങ്ങളിലെ സ്വർണവും പുരുഷ ബീച്ച് വോളിബോൾ, പെൻചക്സിലത്ത് എന്നീ ഇനങ്ങളിൽ വെങ്കലവുമാണ് കേരള താരങ്ങൾ നേടിയത്. ദിയുവിൽ നടന്ന ബീച്ച് സോക്കറിൽ കേരള പുരുഷ ടീം സ്വർണം കരസ്ഥമാക്കി. ഫൈനലിൽ ഗോവയെ തകർത്താണ് കേരളം 1ാമതെത്തിയത്. സെപക് തക്രോ ഡുവോ വിഭാഗത്തിൽ ഒഡീഷയെ തോൽപ്പിച്ച് കേരള വനിതകൾ സ്വർണം ചൂടി. പെൻചക്സിലാറ്റിൽ കേരളത്തിനായി ഷിജന കെ 45 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ളവരുടെ വിഭാഗത്തിലും മുഹമ്മദ് ജാസിം CP സീനിയർ പുരുഷന്മാരുടെ ക്ലാസ് E 65-70 കിലോഗ്രാം വിഭാഗത്തിലും വെങ്കല മെഡലുകൾ നേടി. പുരുഷ ബീച്ച് വോളിബോളിലും കേരളം വെങ്കലം നേടി. ടൂർണമെന്റിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 1350 അത്ലറ്റുകൾ സോക്കർ, വോളിബോൾ, സെപക് തക്രോ, കബഡി, പെൻചക്സിലത്ത്, ഓപ്പൺ വാട്ടർ നീന്തൽ എന്നീ 6 മെഡൽ ഇനങ്ങളിലും മല്ലഖാമ്പും വടംവലിയും ഉൾപ്പെടെയുള്ള മെഡൽ ഇതര ഇനങ്ങളിലും മാറ്റുരച്ചു. ഇൻഡോ ശ്രീലങ്ക വാട്ടർ പോളോ പരമ്പരയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾക്ക് കിരീടം. ശ്രീലങ്കയിൽ നടന്ന 21 വയസ്സിന് താഴെയുള്ളവരുടെ സീരീസിൽ കേരളത്തിൽ നിന്നുള്ള 8 കളിക്കാർ അടങ്ങിയ ടീമാണ് പങ്കെടുത്തത്. ശ്രീലങ്കയിൽ നടന്ന 21 വയസ്സിന് താഴെയുള്ളവരുടെ വാട്ടർ പോളോ സീരീസിലാണ് പുരുഷ വനിതാ ടീമുകളുടെ മിന്നുന്ന പ്രകടനം. 3 മത്സരങ്ങളുടെ പരമ്പര ആൺകുട്ടികൾ 11-5, 16-8, 15-13 എന്ന സ്കോറിന് തൂത്തുവാരി. പെൺകുട്ടികളുടേതും ഏകപക്ഷീയമായ വിജയമായിരുന്നു. സ്കോർ 18-13, 20-10, 19-14. ഗോകുൽ SJ, അമ്പാടി NS, മുഹമ്മദ് സൂഫിയാൻ, മുഹമ്മദ് സ്വാലിഹ്, കൃഷ്ണ തേജസ് എന്നിവരാണ് പുരുഷ ടീമിലെ മലയാളി താരങ്ങൾ. വനിതാ വിഭാഗത്തിൽ സഭ സക്കീർ, മധുരിമ SM, വർഷ S എന്നീ കേരള താരങ്ങളാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. കേരളത്തിൽ നിന്നുള്ള മുൻ ദേശീയ വാട്ടർ പോളോ താരം S വിനായകനായിരുന്നു ടീമിന്റെ പരിശീലകരിലൊരാൾ. ഇനി സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം. ദേശീയ റെക്കോർഡ് എറിഞ്ഞു വീഴ്ത്തി ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗിൽ 90.23 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് ചോപ്ര ജൂലിയൻ വെബറിന് പിന്നാലെ 2ാം സ്ഥാനം നേടിയത്. ഇതാദ്യമായാണ് ചോപ്ര 90 മീറ്റർ ദൂരം ഭേദിച്ചത്. ഇതുവരെ 2022 സ്റ്റോക്ക്ഹോമിൽ എറിഞ്ഞ 89.94 മീറ്ററായിരുന്നു നീരജിന്റെ വ്യക്തിഗത റെക്കോർഡ്. 2020 ഒളിമ്പിക്സിലും 2023 ലോക ചാമ്പ്യൻഷിപ്പിലും സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് 2024 ഒളിമ്പിക്സിലും 2022 ലോക ചാമ്പ്യൻഷിപ്പിലും വെള്ളി മെഡലും കരസ്ഥമാക്കി. ദോഹയിലെ പ്രകടനം കൂടാതെ പോളണ്ടിലും സൗത്ത് ആഫ്രിക്കയിലും നീരജ് ഈ സീസണിൽ വെള്ളി കരസ്ഥമാക്കിയിരുന്നു. ഹോക്കി ഇന്ത്യ എക്സിക്യൂട്ടീവ് ബോർഡ് മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. യോഗത്തിൽ പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ദിലീപ് കുമാർ ടിർക്കി, സെക്രട്ടറി ജനറൽ ബോലാനാഥ് സിംഗ്, ട്രഷറർ ശേഖർ ജെ മനോഹരൻ അടക്കമുള്ളവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒളിമ്പിക് ഡേ റൺ സംഘടിപ്പിക്കാനൊരുങ്ങി കേരള ഒളിമ്പിക് അസോസിയേഷൻ. കൂട്ടയോട്ടം ജൂൺ 23 വൈകുന്നേരം 4 മണിക്ക് മാനവീയം വീതിയിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാനിക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 2025 മികച്ച വനിതാ തായ്ക്കൊണ്ടോ താരത്തിനുള്ള ഗാല അവാർഡ് കേരളത്തിന്റെ മാർഗരറ്റ് മറിയ റെജി സ്വന്തമാക്കി. ഇൻഡോറിൽ നടന്ന ദേശീയ സബ് ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള പെൺകുട്ടികൾ വെള്ളി മെഡൽ നേടി. ഫൈനലിൽ ശക്തരായ ഹരിയാനയോട് 16-12 പൊരുതി തോറ്റാണ് കേരളം 2ാമതെത്തിയത്. സെമി ഫൈനലിൽ ഉത്തർപ്രദേശിനെ 35-20 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്.
ഹരിയാനയിൽ നടന്ന അണ്ടർ 17 ദേശീയ റെസ്ലിംഗ് 73 കിലോഗ്രാം വിഭാഗത്തിൽ കേരളത്തിന്റെ ഫിദ ഫാത്തിമ 3ാം സ്ഥാനം നേടി. കണ്ണൂർ GV രാജ സ്പോർട്സ് സ്കൂൾ +1 വിദ്യാർത്ഥിനിയായ ഫിദ തൃശൂർ സ്വദേശികളായ ഇക്ബാൽ സഹീറ ദമ്പതികളുടെ മകളാണ്. പോയ വാരത്തെ കായിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.